നമസ്കാരം. കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൽ ഒരു അടുപ്പുകൂട്ടി ചർച്ചയുണ്ടായിരുന്നു. ഈ അടുപ്പുകൂട്ടി എന്നവരെ പറയുന്നത് അവർ അടുത്തിരുന്ന് ഇരിക്കുന്ന കണ്ടാൽ ഒരു അടുപ്പ് കൂട്ടി വെച്ചിരിക്കുന്ന പോലെ ആണ് അവർ ഇരിക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ അവരെ കളിയാക്കിയതല്ല ഞാൻ. അതിൽ ജിമ്മി ജെയിംസിൻ്റെ ഒരു പ്രസ്താവനയും ഒക്കെ ഉണ്ട്. രാവിലെ ക്രിസ്ത്യ മതം, ഉച്ചയ്ക്ക് ഹിന്ദു മതം, വൈകുന്നേരം മുസ്ലിം മതം, ഇസ്ലാം മതം ഒക്കെ ഞാൻ സ്വീകരിച്ചാൽ എന്താണ്? അതൊക്കെ തന്നെയല്ലേ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്? പിന്നെ മതപരിവർത്തനം എന്ന് പറയുന്നത് ശരിയാണോ? എന്തിനങ്ങനെ പറയുന്നു എന്നൊരു ചോദ്യം വളരെ വളരെ നിർലോഭമായി, നിർവികാരനായി, ഒന്നും അറിയാത്ത പച്ചവെള്ളം കുടിച്ച് ഇങ്ങനെ കുട്ടികൾ പറയുന്ന പോലെ വളരെ ഇതെന്തടാ കുഴപ്പം എന്നൊക്കെ നമ്മൾ ചോദിക്കില്ല. നാട്ടിൻപുറത്ത് പന്ത് കളിക്കുമ്പോൾ അതെന്തിനടാ കുഴപ്പമെന്ന് ചോദിക്കത്തില്ല. അങ്ങനെ വളരെ ലളിതമായി നിർവികാരമായ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ ജിമ്മി ജെയിംസ് അടക്കമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ടുന്ന, എന്നാൽ അപ്പോൾ അതിനെ മറ്റുള്ളവർ നിശബ്ദമായി കേട്ടിരിക്കുന്നു. ഒരു വനിതയുണ്ടെന്ന് തോന്നുന്നു, അവർ തലയാട്ടുന്നു. അങ്ങനെ വളരെ അതിവൈകാര്യമായിട്ട് വിഷയം അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ജിമ്മി ജെയിംസും മറ്റ് ആളുകളും, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ചരിത്രപരമായി അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അതായത് 12 ശിഷ്യന്മാരുമായി യേശുദേവൻ 12 ശിഷ്യന്മാരെയാണ് ആദ്യം യേശുദേവനോടൊപ്പം ഉണ്ടായിരുന്നത്. ആ 12 ശിഷ്യന്മാരും ചുറ്റും കിടന്ന് കറങ്ങി ഇങ്ങനെ എപ്പോഴും യേശുവിൻ്റെ ചുറ്റും തന്നെ നിൽക്കുമ്പോൾ പറയുന്നു, നിങ്ങൾ എൻ്റെ ചുറ്റുമല്ല നിൽക്കേണ്ടത്, നിങ്ങൾ സുവിശേഷം പറയണം. അങ്ങനെ സുവിശേഷം പങ്കിടണമെന്ന് യേശു പറഞ്ഞതായി മത്തായി ഗ്രേറ്റ് കമ്മീഷൻ എന്നുള്ള നിലയിൽ മത്തായി 28:19 പറയുന്നു. നല്ല വാർത്ത എല്ലാവരെയും അറിയിക്കണം എന്നുള്ളതാണ്. എന്താണ് നല്ല വാർത്ത? യേശു വന്നതും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും, അങ്ങനെ നല്ല വാർത്ത ലോകത്ത് അറിയിക്കണം. മറ്റുള്ളവരെയും, യേശുവാണ് യഥാർത്ഥ ആത്മരക്ഷകൻ, അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെയും ഈ വഴി അറിയിക്കണം. അങ്ങനെ തുടങ്ങി യേശുവിൻ്റെ ഈ വഴി എല്ലാവരെയും അറിയിക്കണം എന്നൊരു കാഴ്ചപ്പാട് അവിടെ വന്നു. അങ്ങനെ കാഴ്ചപ്പാട് വന്നപ്പോഴാണ് ലോകത്ത് സുവിശേഷ പ്രസംഗം വരുന്നത്. അങ്ങനെ സുവിശേഷ പ്രസംഗം വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ജിമ്മി ജെയിംസ് ഒക്കെ പറയേണ്ട അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ട് മത്തായി 28:19-20 ഗ്രേറ്റ് കമ്മീഷനിൽ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ പോയി എല്ലാ ജാതികളെയും ശിഷ്യരാക്കുക, പരമാവധി ആളുകളെയും ശിഷ്യരാക്കുന്ന പ്രവൃത്തി ചെയ്യുക. ഈ ഗ്രേറ്റ് കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടിക്കും സുവിശേഷം പ്രസംഗിപ്പിൻ, എല്ലാവരോടും എൻ്റെ സുവിശേഷം പറയുവൻ. ഇത് യേശു പറഞ്ഞതായിട്ടും പറയപ്പെടുന്നു, യേശുവിന് വേണ്ടി മത്തായി പറഞ്ഞതായും പറയപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം എന്ന് തന്നെ ഭാഗവുമുണ്ട്. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായിരിക്കും. ഇങ്ങനെ വളരെ കൃത്യമായി സുവിശേഷം പങ്കിടുന്നത് ഒരു ഡ്യൂട്ടിയാണ് എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ക്രിസ്തീയ മതത്തിൽ വന്നു. മറ്റുള്ളവർക്ക് രക്ഷ ലഭിക്കുമെന്നും ഉണ്ട്. അതിലൂടെ ഇത് പറയുന്നവർക്ക്, ആരെങ്കിലും മാറ്റിയെടുത്താൽ ആ പറയുന്നവർക്ക് സ്വർഗരാജ്യം കിട്ടും എന്നൊക്കെ ഉള്ളൊരു സങ്കല്പം കൃത്യമായി ഇതിനകത്ത് കൊണ്ടുവന്നു. ഇതിന് ശേഷം 12 ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ പീറ്റർ, ശീമോൻ പത്രോസ്, അതുപോലെ തന്നെ ആൻഡ്രൂ പത്രോസിൻ്റെ സഹോദരൻ, ജെയിംസ് സൺ ഓഫ് സിബദി, ജോൺ, യോഹന്നാൻ സുവിശേഷം എഴുതിയ വിശ്വാസം, ഫിലിപ്പ്, ബാർത്തലോമി, തോമസ്, മാത്യു, തോമസ് ലീഹ എന്നൊക്കെ പറയുന്നത് മാത്യു, ജെയിംസ് സൺ ഓഫ് ആൽഫേസ്, തഡാവൂസ്, ജൂദെ എന്ന് പറയുന്നത്, സൈമൺ ദി സീലോട്ട്, ജൂദാസ് ഇസ്കാറിയോട്ട്. ഇത്രയും പേർ 12 ശിഷ്യന്മാരാണ്. ഇദ്ദേഹമാണ് പിന്നീട് യേശുവിനെ ദ്രോഹിച്ചു എന്നൊക്കെ പറയുന്ന ആൾ. അങ്ങനെ 12 ശിഷ്യന്മാരുമായിട്ട് ലോകത്ത് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം മത്തായിയുടെ സുവിശേഷമുണ്ട്, ലൂക്കോസിൻ്റെ സുവിശേഷമുണ്ട്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ അതിന് ശേഷമുള്ള ചരിത്രം ജിമ്മി ജെയിംസ് അറിഞ്ഞിരിക്കണം, എല്ലാവരും അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളും ഇത് അറിഞ്ഞിരിക്കണം. സുവിശേഷം ലോകത്തെല്ലായിടത്തും പോയി പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സുവിശേഷം പറഞ്ഞവർക്കെല്ലാം അന്ന് പീഡനമാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പീഡനം ലഭിച്ച് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തിയാണ്, ഇതെത്രയും നല്ലതാണോ, റോമാ ചക്രവർത്തിമാർ ഇത് നല്ല മതമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എങ്ങനെ അധികാരവുമായി ഇതിനെ ബന്ധിപ്പിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. കാരണം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായും ക്രിസ്ത്യ മതത്തിലേക്കും ഒരുപാട് ആളുകൾ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ പിടിച്ചെടുത്തൊരു അധികാര ഘടനയുമായി ബന്ധിപ്പിക്കാം എന്ന് ശ്രമിച്ചിരുന്നു ലോകത്താകെ. ഈ ശ്രമം നന്നായി നടത്തിയത് ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിൽ വളരെ കൃത്യമായി സുവിശേഷ പ്രസംഗം എന്ന കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് മതപരിവർത്തന ശ്രമങ്ങൾ നടത്തിയിരുന്നു. സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, അംഗനവാടി, പിന്നെ നഴ്സറികൾ, അതുപോലെ തന്നെ മറ്റ് ആതുര സേവന പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം വലിയ ഫണ്ട് കൊടുക്കുകയും അതിനെ ഒരു മതപരമായി ആളുകളെ ക്രിസ്ത്യനാക്കുകയും അതിലൂടെ ഒരു ഏക ധ്രുവീകരണ ലോകം, ഏകലോകം സൃഷ്ടിക്കുക, ഏക രാഷ്ട്രീയ ലോകം, ഏക കൊളോണിയൽ ലോകം സൃഷ്ടിക്കുന്നതിന് ക്രിസ്തു മതത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നും ചരിത്രത്തിൽ കിടപ്പുണ്ട്. പക്ഷേ അത്
അങ്ങനെയൊന്നും സംഭവിച്ചില്ല. കാര്യം ആളുകൾ അങ്ങനെ വ്യാപകമായിട്ടൊന്നും എല്ലാ രാജ്യത്തും മാറി വന്നില്ല. എന്നാൽ കുറേ രാജ്യങ്ങൾ സംഭവിച്ചു. അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസിനെ അടിച്ച് മുഴുവൻ ഇറക്കിയതിന് ശേഷം അമേരിക്കയിൽ ഇത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഉണ്ട്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, വളരെ 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 പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട വിഷയം. ഇത് വളരെ ലളിതമാണ്. എന്താണ് മതപരിവർത്തനവും നിർബന്ധിത മതപരിവർത്തനവും തമ്മിലുള്ള വ്യത്യാസം? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 25 അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, മതത്തിൽ വിശ്വസിക്കാതിരിക്കാം. അത് പക്ഷേ പ്രശ്നം അതല്ല. ഹിന്ദു മതത്തിലെയും മറ്റ് മതങ്ങളിലെയും ജാതി വ്യവസ്ഥയൊക്കെ ധാരാളമായി നിന്ന ഇപ്പോഴും ഉണ്ടല്ലോ. നോർത്ത് ഇന്ത്യയിലൊക്കെ നന്നായി, കേരളത്തിലും ഉണ്ട്, എന്നാലും നന്നായി അസ്പൃശ്യത്വവും അയിത്വവും ഒക്കെ ഉണ്ട് ഈ രാജ്യത്ത്. അങ്ങനെയുള്ള ജനങ്ങളുടെ ഇടയിൽ പോയി അവരുടെ ദാരിദ്ര്യം, പട്ടിണി, തൊഴിലില്ലായ്മ, രോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൃത്യമായി എന്ത് ചെയ്യുക, പിന്നെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ 2-3 രീതിയിൽ, ഒന്ന് പ്രേരിപ്പിച്ചുകൊണ്ട് ഈ ഹിന്ദു മതത്തിൻ്റെ വിഗ്രഹാരാധനയെക്കുറിച്ചൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് 33 ദൈവങ്ങളില്ലേ, ഞങ്ങൾക്ക് ഒരു യേശുദേവനേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള വളരെ കൃത്യമായി ഒരാളിൻ്റെ മതബോധമില്ലായ്മയും അല്ലെങ്കിൽ അവരുടെ ദൈവബോധമില്ലായ്മയും അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങളെയൊക്കെ കൃത്യമായി ചൂഷണം ചെയ്തുകൊണ്ട് മതപരിവർത്തനം നടത്തുന്നത് നിർബന്ധിത മതപരിവർത്തനമാണ്. ഒരാളെ ബലം പ്രയോഗിച്ച്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ജോലിക്കെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയതിന് ശേഷം ചാരിറ്റികളിലും പിന്നെ മറ്റ് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ മഠങ്ങളിലുമൊക്കെ പെൺകുട്ടികളെ, ഹിന്ദു പെൺകുട്ടികളെയും ആദിവാസി പെൺകുട്ടികളെയും ഒക്കെ കൊണ്ടുപോയതിനു ശേഷം പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ മതം സ്വീകരിച്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണ് ഇന്ത്യയിൽ. അപ്പോൾ ദാരിദ്ര്യം, പിന്നെ പ്രേരണ, പിന്നെ പണം കൊടുക്കും, ധാരാളമായി പണം കൊടുക്കും, സ്കൂളുകൾ നടത്തും, കോളേജ്, പിന്നെ അങ്ങനെ ഒരുപാട് അവരുടെ മതചിന്തയിൽ നിന്ന് മതം വിട്ട് അവർ മറ്റ് ക്രിസ്ത്യ മതത്തിലേക്ക് വരുന്നതിന് വേണ്ടി ഒരുപാട് പ്രേരണാ ഘടകങ്ങൾ നടത്തുകയും ഇത് വ്യാപകമാവുകയും ചെയ്തപ്പോൾ ഒരുപാട് പേർ ക്രിസ്തു മതത്തിലേക്ക് പോയി. ക്രിസ്തു മതത്തിലേക്ക് പോയവർക്ക് അങ്ങനെ ആനുകൂല്യം കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഹിന്ദുവിൻ്റെ ആനുകൂല്യം കിട്ടില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേർ ഹിന്ദുക്കളാവുകയും ചെയ്തു. അങ്ങനെയാണ് പരിവർത്തിത ക്രിസ്ത്യനും അല്ലാത്ത ഇപ്പം ഈ പിന്നെ നമ്മുടെ സണ്ണിയം പിന്നെ കപ്പിക്കാടൊക്കെ അങ്ങനെ വരുന്നതാണ്. പിന്നെ ക്രിസ്ത്യാനിയായി പിന്നെ ഹിന്ദുവായി തിരിച്ചു വന്ന് അങ്ങനെ കുറേ കഥകൾ നടന്നു. ഇതൊക്കെ നടന്നപ്പോഴാണ് പ്രേരണ, വഞ്ചന, പിന്നെ ദാരിദ്ര്യം, പിന്നെ ബലപ്രയോഗം എന്നിവയിലൂടെ ദാരിദ്ര്യം, പട്ടിണി, തൊഴിലില്ലായ്മ, അസുഖങ്ങൾ ഉള്ള ആളുകളെ, പ്രത്യേകിച്ച് ആദിവാസികളെയും ദളിതന്മാരെയും നിർബന്ധിതമായി മതം മാറ്റുന്നത് വലിയൊരു ക്രിമിനൽ കുറ്റമാണ്. ഇപ്പോൾ കത്തോലിക്കക്കാർ നേരത്തെ ഇതൊക്കെ ചെയ്തിരുന്നു, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ സേവന കാര്യങ്ങളൊക്കെ ചെയ്തു, അങ്ങനെ ഒരുപാട് പേര് ക്രിസ്ത്യാനികളായിട്ടുണ്ട്. പക്ഷേ കത്തോലിക്കക്കാരിന്ന് ഇപ്പോൾ അത് ചെയ്യുന്നില്ല. ഇപ്പോൾ കൂടുതലും ചെയ്തു വരുന്നത് പെന്തക്കോസ്ത് സഭക്കാരും മറ്റുള്ളവരും ഒക്കെയാണ്. സുവിശേഷം പറയാം, റോഡിൽ നിന്ന് എത്രയോ ആളുകൾ പ്രസംഗിക്കുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നു, ആരും ഒന്നും പറയുന്നില്ലല്ലോ. കേൾക്കുന്നവർ കേൾക്കാതെ പോകും, മറ്റൊരാളുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറയാം. പക്ഷേ പ്രേരണയിലൂടെ മാറ്റരുതെന്ന് ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങളിൽ നിയമമുണ്ട്. ഉത്തർപ്രദേശിലെ 2021 ഉത്തർപ്രദേശിലെ നിയമമുണ്ട്, മധ്യപ്രദേശിലെ നിയമമുണ്ട് 2021, അതുപോലെ തന്നെ ഗുജറാത്തിൽ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് 2021, ഹിമാചൽ പ്രദേശിൽ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് 2019, 2022 കർണാടകത്തിൽ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒഡീഷയിൽ 1967 തന്നെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, 68 ഛത്തീസ്ഗഡിൽ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ബലവും വഞ്ചനയും പ്രലോഭനവും വഴി മതനിരോധനം, മതപരിവർത്തനം അനുവദനീയമല്ല നിമ്മി ജെയിംസേ. അതുകൊണ്ടാണ് കൺവേർഷൻ എന്ന് പറയുന്നതിനകത്ത് ഒരു ദേശീയ തലത്തിലൊരു നിയമമൊന്നുമില്ല. ഇഷ്ടമുള്ള ആളിന് മതത്തിൽ വിശ്വസിക്കാനും മതത്തിൽ വിശ്വസിക്കാതിരിക്കാനും കഴിയും. പക്ഷേ സുവിശേഷം എന്ന പേരിൽ വളരെ നിർബന്ധിതമായി ആളുകളുടെ ദാരിദ്ര്യത്തെയും പട്ടിണിയെയും ഒക്കെ അതുപോലെ ഹിന്ദു മതത്തിലും മറ്റു മതങ്ങളിലുമുള്ള ജാതി വ്യവസ്ഥയൊക്കെ അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് വ്യാപകമായി ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആളുകളെ മാറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഒരു പ്രശ്നം. അതുപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനം ഇന്ത്യൻ ഭരണഘടനയും അംഗീകരിക്കുന്നില്ല. പക്ഷേ ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരുമൊക്കെ വിവിധ രൂപത്തിൽ ഏകധ്രുവീകരണ ലോകമുണ്ടാക്കുന്നതിന് വേണ്ടി, അത് രാഷ്ട്രീയ താല്പര്യമാണ്, അല്ല മത താല്പര്യമല്ല, യേശുവിനോടുള്ള താല്പര്യമൊന്നുമല്ല, വേണ്ടി ഒരുപാട് പണം ലോകത്ത് വലിച്ചെറിയുന്നുണ്ട്. ഒരുപാട് പണം, അത് കുറേ പണം FCR രൂപത്തിലൊക്കെ വരുന്നുണ്ട്, അത് വേറൊരു വിഷയമാണ്. അങ്ങനെ ധാരാളമായി മതപരിവർത്തനം നിർബന്ധിതമായി നടക്കുന്നുണ്ട്. ഒരാളിൻ്റെ ദൗർബല്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, ഒരാളിൻ്റെ ബലഹീനതയെ ചൂഷണം ചെയ്തുകൊണ്ട്, ഒരാളിൻ്റെ പട്ടിണിയെ ചൂഷണം ചെയ്തുകൊണ്ട്, ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ ഇടയിൽ വ്യാപകമായ നിർബന്ധിത മതപരിവർത്തനം ഉണ്ട് എന്നുള്ളതാണ്
ഒരാക്ഷേപം. അതിനെതിരെ ശക്തമായ നിയമങ്ങളാണ് സംസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുകൂടി ചർച്ച ചെയ്യണം പ്രിയപ്പെട്ട നിമ്മി ജെയിംസെ. അല്ലാതെ ഒരാൾ ഉടുത്ത് നല്ല സുഖമായിരിക്കുന്ന ഒരാൾ, ഞാൻ ഹിന്ദുവിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു, ബുദ്ധനിൽ വിശ്വസിക്കുന്നു, രാവിലെ എങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ പോയാൽ എനിക്ക് യേശുവിലേക്ക് കുരിശ് വരച്ചേക്കാം, വരച്ചു കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഞാൻ പള്ളിയിൽ പോയേക്കാം, അത് കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ പോവാം എന്ന് പോകുന്നതിൽ ഒരു തടസ്സവുമില്ല. പക്ഷേ ഞാനീ പറഞ്ഞ ആളുകളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചതിയിൽ കൊണ്ടിടുകയും ബലപ്രയോഗം നടത്തുകയും ഒക്കെ ചെയ്ത് മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിനകത്താണ് ലവ് ജിഹാദുമൊക്കെ കയറി വരുന്നത്. അതുകൊണ്ട് അത്ര ലളിതമായി പച്ചവെള്ളം കുടിക്കുന്ന രൂപത്തിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കരുത്. ഞാനിപ്പോഴും പറയുന്നു, കേരളത്തിലൊന്നും ഇത് സീരിയസ് ആയി നടക്കുന്നില്ല. കത്തോലിക്ക സഭ ഈ പണിയൊക്കെ നിർത്തി, അവർക്ക് ഇപ്പോൾ ജോലിയൊന്നുമില്ല. ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് ബന്ധക്കോസ്ത് വിഭാഗക്കാരും അതിൻ്റെ അനുബന്ധ വിഭാഗക്കാരുമൊക്കെയാണ് ഇത് കൂടുതലും സുവിശേഷവുമായിട്ടൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അവരും വ്യാപകമായി മതം മാറ്റുന്നു എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ഞാനീ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിമ്മി ജെയിംസെ.